കുടമാറ്റം തുടങ്ങിയിരിക്കുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള വർണ്ണക്കുടകൾ ആകാശത്തിലേക്ക് ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വെറും സാമ്പിൾ, ഇതൊക്കെ ഒരു നിലയുള്ള നമ്മൾ സാധാരണ ഉത്സവകാലങ്ങളിൽ ഉപയോഗിക്കുന്ന മുത്തുക്കുടകൾ, അലങ്കാരക്കുടകൾ മാത്രമാണ്. വരാനിരിക്കുന്നതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ കുടകൾ. ഇതാ പുറയിലൂടെ പല പല നിറങ്ങളിലുള്ള കുടകൾ ഇങ്ങനെ നടന്നു വരികയാണെന്ന് പറഞ്ഞാൽ അത് കുടകൾ നടന്നു വരുന്നത് പോലെ നമുക്ക് തോന്നും. ഒരേ സമയം കുടകൾ ഉയരുന്നു, ആലവട്ടവും വെഞ്ചാമരവും ഉയരുന്നു, അത് ഉയർന്നു താഴുന്നു, കുടകൾ ഇറങ്ങുന്നു, അടുത്ത കുടകൾ വരുന്നു, ആലവട്ടം ഉയരുന്നു, വെഞ്ചാമരം ഉയരുന്നു, വീണ്ടും കുടകൾ. അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള ദിവ്യാസ്ത്രങ്ങൾ ഓരോന്നായി എടുക്കാൻ പോവുകയാണ്. ഇതോട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതൊക്കെ പുതുതാണ്. ഇത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ഒരു കുടയും ഒരു ആലവട്ടവും ഒരു വെഞ്ചാമരവും ഒരു നെറ്റിപ്പട്ടവും ഒരു ആനച്ചമയവും ഇല്ല. ഇത് മുഴുവൻ പുതിയതാണ്. പഴയതൊന്നും തൃശ്ശൂർ പൂരത്തിലില്ല. എല്ലാം പുതിയതാണ്. പുതിയ അനുഭവങ്ങൾ മാത്രമേ തൃശ്ശൂർ പൂരം നൽകൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രു എന്ന ആന ഇതാ കഴിഞ്ഞ വർഷത്തെ ആന ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ അടുത്തെത്തുമ്പോൾ ഒരു പുതിയ ആന പോലെ നമുക്ക് തോന്നുന്നത് ആ പൂരം നൽകുന്ന പുതുമയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഇതാ അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും നമ്മൾ ഈ കാണുന്നത് തിരുവമ്പാടിയാണ്. അതിന് എതിർവശത്ത് പാറമേക്കാവുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും